കൂട്ടുകാരന്മാർക്ക് പൈസ കടം കൊടുക്കുക. നീ കടം കൊടുക്കുന്നതിന് മുമ്പ് അവന്മാര് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ബായ് അളിയാന്ന് പറഞ്ഞ് തോളി കൈയിടും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നീ എവിടെങ്കിലും നിൽക്കുവാണെങ്കിൽ അവൻ നീ നിൽക്കുന്നിടത്തൊന്നും ഇങ്ങനെ കറങ്ങി അങ്ങ് പോത്തേ ഉള്ളൂ. നിന്റെ അടുത്തോട്ട് വരത്തില്ല, നിന്നോട് മിണ്ടത്തുമില്ല, തോളെ കൈയിടത്തുമില്ല. പിന്നെ നീ അവന്റെ ശത്രുവായിരിക്കും. അപ്പൊ കൊടുക്കണ്ടെന്നാണോ പറയുന്നേ? എന്റെ മോളെ കൊടുക്കണ്ടെന്നല്ല, ഈ കൊടുക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. അതായത് അവനും വിഷമമാവരുത്, നമുക്കും വിഷമമാവരുത്. അവൻ ഞങ്ങളെ കണ്ടാലും അയ്യോ അവൻ എന്നെ സഹായിക്കാൻ ഇരുന്നയായിരുന്നു എന്നൊരു ചിന്ത വരണം. നീ എന്നെ ഒന്ന് വിളിച്ചേ. നീ എന്നെ വിളിച്ചിട്ട് കടം ചോദിച്ചു, 1.5 ലക്ഷം രൂപ കടം ചോദിച്ചു. നീ എന്റെ കൂട്ടുകാരനാ, വിളിക്കേ. നിങ്ങളത് കണ്ടു പഠിച്ചു. ഹലോ ഹലോ മച്ചാനെ പറയടാ. എടാ എനിക്കൊരു 1.5 ലക്ഷം രൂപ കടമായിട്ട് തരാനുണ്ടോ? എന്റെ പൊന്നളിയ, നീ 1 മണിക്കൂർ മുമ്പ് വിളിക്കണ്ടായിരുന്നോടാ. വേണ്ട, നീ ഇന്നലെ വിളിച്ചാ മതിയായിരുന്നു. എന്റെ പൈസ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ വിളിച്ച ഞാനിപ്പോ എന്തു അളിയാ നിന്നോട് പറയുന്ന ഒരു കാര്യം ചെയ്യ് അളിയ, നാളത്തേക്ക് അറേഞ്ച് ചെയ്താൽ മതിയോ? മതി മതി മതി, നാളത്തേക്ക് മതിയോ? ആ ഓക്കേടാ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാവേ. ആ ശരി. ഇത് പറഞ്ഞ് ഇപ്പഴങ്ങ് വെച്ചേ. ഇവൻ ഇപ്പോഴത്തെ അത്യാവശ്യക്കാരനെ. ഇവനിപ്പോ 2 മണിക്കൂർ കൊണ്ട് ഇവന്റെ പൈസ ഇവനങ്ങ് ശരിയാക്കും. പക്ഷെ നമ്മളുടെ ബന്ധം പോകരുത്. അതുകൊണ്ട് നാളെ നമ്മൾ അങ്ങോട്ട് അവനെ ഒന്ന് വിളിക്കണം. ഹലോ ഹലോ അളിയാ, മറ്റേ പൈസയുടെ കാര്യം എന്തോ ആയടാ? പൈസയുടെ കാര്യം എന്തോണ്ട്? ഒന്നും പൈസ കിട്ടി, പൈസ കിട്ടി, പൈസ കിട്ടി. പൈസ കിട്ടി. പൈസ കിട്ടിയോ? കിട്ടിയേ. ചേടാ, ഞാനൊരു 10-25 എന്റെ കൂട്ടുകാരെടുത്തുന്നേ. ഞാനത് റെഡിയാക്കി എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ശരി ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ വീണ്ടും ഒന്ന് വെച്ച്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് ചോദിച്ചു ആണോ എന്ന്. അതിന്റെ അർത്ഥം എന്റെ കയ്യിരിക്കുന്ന 25,000 രൂപ നിനക്ക് വേണം. അപ്പൊ അവൻ എന്തോ ചെയ്യും? അവൻ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും നമ്മളെ സ്പോട്ടിൽ. അതാണ്ട് കോള് വരുന്നു, സംസാരിക്കും. 25,000 തരാമെന്ന് ചോദിക്കും. എടാ പിന്നെ എടാ എനിക്ക് 25,000 രൂപ കൂടെ തരാമോ? അയ്യാ, 25,000 രൂപയെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഫോൺ വിളിച്ചപ്പോ ചോദിക്കണ്ടായിരുന്നു കളിയാ. ഞാൻ നമ്മുടെ അമ്മായിയപ്പൻ അടുത്തിരിപ്പുണ്ടായിരുന്നു, പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്തടാ ഞാന്. അല്ലടേ, ഞാനിപ്പോ ചോദിച്ചിട്ട് ഒരു 30 സെക്കൻഡ് അല്ലേ ആയുള്ളൂ. പുള്ളി കൈ നീട്ടി ഇരിക്കുവായിരുന്നു. ഞാനപ്പോ എന്റെ കയ്യിൽ നിന്ന് പൈസ പുള്ളിക്ക് അതുപോലെ കൊടുത്താണ്ട് പുള്ളി അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്ത്. എടാ നീ എന്തുവാടാ, ഞാൻ എവിടുന്നെങ്കിലും നിന്റെ ആവശ്യം അറിഞ്ഞ് ഞാൻ എവിടുന്നെങ്കിലും കുറച്ച് പൈസ കൊണ്ടുവരുമ്പോൾ നിനക്കത് വേണ്ടാന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കൊടുത്തു, പിന്നെയും വിളിച്ചിട്ട് ഇതൊരുമാതിരി നമ്മളെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് നീ കാണിക്കുന്നത് കേട്ടോ. അല്ലേ, നീ തന്നെ ദേഷ്യപ്പെടുന്നേ? അവിടെ വിഷമമാവൂടാ. നിന്റെ ആവശ്യത്തിന് വേണ്ടിയില്ലേ നമ്മളൊക്കെ നിൽക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, കുഴപ്പമില്ല. നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ? ഇല്ലടാ. ശരിയടാ, ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ അളിയാ. നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഉണ്ടെ പറയാം. കണ്ടോ, നമ്മൾ സഹായിച്ചോ എന്ന് ചോദിച്ചാ നമ്മൾ സഹായിച്ചു. എന്നാ സഹായിച്ചില്ലയോ എന്ന് ചോദിച്ചാ നമ്മൾ സഹായിച്ചിട്ടില്ല. 1.5 ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും, അവന്റെ ആവശ്യം നടക്കുകയും ചെയ്യും.